ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ദിവസം 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മരണ വാർത്ത അറിയുന്നതിനിടയായി. ജീവിതശൈലി രോഗം മൂലം വളരെ നേരത്തെ ഈ ലോകം വിട്ടുപോകേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ. സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നതിനാൽ കടകളിൽ സെയിൽസ്മാനായി ജോലി ചെയ്താണ് അയാൾ കുടുംബം പോറ്റുന്നതിനുള്ള വക കണ്ടെത്തിയിരുന്നത്. ആ യുവാവിന്റെ വിവാഹം ഒരു പ്രേമ വിവാഹമായിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൾ ഈ ചെറുപ്പക്കാരനിൽ ആകൃഷ്ടനായി തന്റെ പഠന ലക്ഷ്യങ്ങൾ പോലും പൂർത്തിയാക്കാതെ മാതാപിതാക്കളെ ധിക്കരിച്ച് ആ വ്യക്തിയോടൊപ്പം പോയി ജീവിക്കുവാൻ തുടങ്ങി. തങ്ങൾ ആറ്റുനോറ്റ് വളർത്തിയ, വളരെ പ്രതീക്ഷയോടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുകയും മറ്റും ചെയ്ത ആ മകളുടെ പ്രവൃത്തിയിൽ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക് എല്ലാം അതിയായ ഹൃദയവേദന ഉണ്ടായി. അവർ പിന്നീട് ആ പെൺകുട്ടിയുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. അവളുടെ ആ തീരുമാനം തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയുമെല്ലാം അവളിൽ നിന്ന് അകറ്റുന്നതിന് ഇടയാക്കി തീർത്തു. തൻ്റെ പ്രിയപ്പെട്ടവന്റെ മരണവാർത്ത കേട്ട് ആ പെൺകുട്ടി അലമുറയിട്ട് കരഞ്ഞു. പക്ഷേ എന്ത് പ്രയോജനം? അവളെയും കൊച്ചുകുഞ്ഞിനെയും തനിച്ചാക്കി അവളെ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും വേർപെടുത്തി ആ ചെറുപ്പക്കാരൻ യാത്രയായി. ഇനി ആ പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയായിരിക്കും മുൻപോട്ട് പോകുന്നത്? ഈ അടുത്ത കാലത്ത് മധ്യ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനായ ഭർത്താവും ഭാര്യയും ആത്മഹത്യ ചെയ്തു. തങ്ങളുടെ അരുമ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് അവർ ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥയിലാണ് അവർ ഈ കടുംകൈ ചെയ്തത്. ഇവിടെ ആ ചെറുപ്പക്കാരൻ ഒരു പാവപ്പെട്ട വീട്ടിലെ വ്യക്തിയായിരുന്നു. മറ്റു വാഹനങ്ങളിൽ ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നു. ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടി അയാളുമായി ഇഷ്ടത്തിലായി. ധാരാളം പണം ചിലവഴിച്ച് വലിയ പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു അത്. മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കാതെ അയാളെ വിവാഹം കഴിച്ച് അവർ ജീവിതം ആരംഭിച്ചു. പക്ഷേ താൻ സ്വപ്നം കണ്ട ജീവിതമല്ല തനിക്ക് ലഭിച്ചതെന്ന് അറിയുവാൻ അവൾ ഏറെ വൈകിപ്പോയി. തൻ്റെ സ്വപ്നങ്ങളൊക്കെയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇത്തരം ധാരാളം അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചെറിയ ഒരു ആകർഷണത്തിൽ തോന്നുന്ന ബന്ധങ്ങൾ ശക്തിയാർജിച്ച് പ്രേമമായി മാറുന്നു. ഈ പ്രേമങ്ങളിലെല്ലാം പ്രണയമുണ്ടെന്ന് പറയാനാകില്ല. കാമപൂർണത്തിനായി രൂപം കൊള്ളുന്ന പ്രേമബന്ധങ്ങളുമുണ്ട്. തങ്ങളുടെ നല്ല ഭാവിയെപ്പറ്റി ചിന്തിക്കാതെ തങ്ങൾക്ക് ജന്മം തന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ തങ്ങൾക്ക് ഇഷ്ടം തോന്നിയവരോടൊപ്പം ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളിൽ പലർക്കും നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരുന്നു. കൂടാതെ തങ്ങൾക്ക് ലഭിക്കാമായിരുന്ന നല്ല ഭാവിയും സമൂഹത്തിലെ നല്ല വിലയും എല്ലാം കളഞ്ഞ് ജീവിതം നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. പെൺകുട്ടികളുടെ ജീവിതം ഒരു പളുങ്കുപാത്രം പോലെയാണ്. പളുങ്കുപാത്രം താഴെ വീണുടഞ്ഞാൽ അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടും. അത് പിന്നീട് കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചാലും മുറിപ്പാടുകൾ അവയിൽ അവശേഷിക്കും. പ്രേമവും പ്രണയവുമൊക്കെ മോശമാണെന്നോ അവ പാടില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നാം വിവേകപൂർവം നമ്മുടെ ഭാവിയെപ്പറ്റി, ദീർഘനാളത്തെ നമ്മുടെ ഭാവിയെപ്പറ്റി വ്യക്തമായി പക്വതയോടെ ചിന്തിച്ച് വിവേകപൂർവം വേണം ജീവിതത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമുക്ക് ജന്മം തന്ന് വളർത്തി വലുതാക്കി കഷ്ടപ്പാടുകൾക്കിടയിലും നല്ല വിദ്യാഭ്യാസമൊക്കെ തന്ന് നമ്മുടെ നല്ല ഭാവി സ്വപ്നം കാണുന്ന നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കുവാൻ, അവരുടെ കണ്ണുകൾ നാം മൂലം നിറയാതിരിക്കുവാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാലക്രമത്തിൽ നാം ഒക്കെ അവരെ പോലെ ആയിത്തീരും. അപ്പോൾ നമ്മുടെ മക്കൾ എപ്രകാരമായിരിക്കും നമ്മോട് പെരുമാറുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതിരിക്കില്ല. ലോ ഓഫ് കർമ്മ പറയുന്നു, നാം മറ്റുള്ളവരോട് എന്ത് ചെയ്യുന്നുവോ കാലക്രമത്തിൽ അവ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് തിരികെ കിട്ടുമെന്ന്. പ്രകൃതി നിയമങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലാത്തതാണ്. ഉപദേശം പൊതുവെ ആർക്കും ഇഷ്ടമില്ല. പക്ഷേ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ദൂരെ ടൗണുകളിൽ തങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് അയച്ചിട്ട് അവരുടെ പേരൻസ് ഏറെ കഷ്ടപ്പെടുകയാണ്, അവരുടെ പഠന ആവശ്യത്തിനുള്ള പണവും മറ്റും കണ്ടെത്തുന്നതിനായി. പക്ഷേ അവരിൽ ചില പെൺകുട്ടികളെങ്കിലും പഠനത്തിൽ ശ്രദ്ധിക്കാതെ അവരുടെ മാതാപിതാക്കൾ അറിയാതെ മറ്റ് പുരുഷന്മാരോടൊപ്പം പല സ്ഥലങ്ങളിൽ ചുറ്റിത്തിരിയാറുണ്ട് എന്നുള്ള കാര്യം നാം പലപ്പോഴും വാർത്തകൾ കാണാറുണ്ട്.
ആൺ സുഹൃത്തിനോടൊപ്പം യാത്ര പോയ പെൺകുട്ടികൾ ആ സമയത്തും മറ്റും ദൂരസ്ഥലങ്ങളിൽ അപകടങ്ങളിൽ പെടുന്ന കാര്യം. ഇപ്രകാരം അപകടത്തിൽ പെടുന്നവരെ പറ്റി മാത്രമേ മറ്റുള്ളവർ അറിയുന്നുള്ളൂ. ഇപ്രകാരമൊക്കെ ചെയ്യുന്നതും വളരെ തെറ്റാണ്, വിശ്വാസവഞ്ചനയാണ്, മാതാപിതാക്കളോട് ചെയ്യുന്ന ദ്രോഹമാണ്. പഠിക്കേണ്ട സമയം പഠിക്കാനായി ചിലവഴിക്കാം. നമുക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ നമ്മുടെ പേരൻസ് കണ്ടെത്തി തന്നുകൊള്ളും. അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടെങ്കിൽ ആ കാര്യം പേരൻസിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞ് വേണ്ടത്ര അന്വേഷണങ്ങൾ നടത്തി വേണ്ടത്ര ആലോചനകൾ നടത്തി അനുയോജ്യമെങ്കിൽ മാത്രം മുന്നോട്ട് പോകുവാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ജീവിതമാണെന്നുള്ള കാര്യം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഓർമ്മ വേണം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ചേരേണ്ടവ തമ്മിലേ ചേരുകയുള്ളൂ. പിടിവാശിയും ധിക്കാരവുമൊക്കെ നമ്മളെ തകർക്കുന്ന സ്വഭാവവിശേഷങ്ങളാണ്. പലർക്കും ഇതൊക്കെ വലിയ തമാശയായി തോന്നാം. സാർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, സാർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പുച്ഛത്തോടെ ചിന്തിച്ചേക്കാം. പക്ഷേ ജീവിതാനുഭവങ്ങളുടെ തീച്ചുളയിൽ കിടന്ന് വെന്തുരുകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരാം. ആ സമയത്ത് എത്ര വിഷമിച്ചിട്ടും കാര്യമില്ല. നിലയില്ലാ കയത്തിൽ വീണുപോയാൽ തിരിച്ചു വരവ് അസാധ്യമാണ്. ഭംഗിയുള്ള മനോഹരമായ മെഴുകുതിരി ജ്വാലയിൽ ആകൃഷ്ടരായി അതിലേക്ക് പറന്നു ചെന്ന് ആ അഗ്നിയിൽ വീണ് എരിഞ്ഞ് ചാമ്പലായിത്തീരുന്ന ശലഭങ്ങളുടെ അനുഭവം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഏറെ നല്ലതാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്, നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.